بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على نبينا محمد وعلى آله وصحبه أجمعين ما بعد أنواع الصبر ഏതൊക്കെയാണ് صبرന്റെ ഇനങ്ങൾ الصبر على طاعة الله الصبر രണ്ടാമത്തേത് الصبر عن محارم الله മൂന്നാമത്തേത് എന്താണ് الصبر على أقدار الله مراتب القدر ഖദറിന്റെ മർത്തബകൾ العلم والمشيئة والكتابة والخلق اثنتان في الناس هما بهم كفر الطعن في النسب والنياح على الميت എന്താണ് അവിടെ കുഫർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശം കുഫ്റുൻ ദൂന കുഫർ കുഫ്റുൻ അസ്ഗർ قال ليس منا من ضرب الخدود وشق الجيوب ودعا بدعوى الجاهلية ما معنى ليس منا നമ്മിൽപ്പെട്ടവനല്ല എന്നതുകൊണ്ട് ഉദ്ദേശം ലൈസ മിൻ തരീഖത്തിന വലൈസ മിൻ സുന്നത്തിന അതെന്തിൻ്റെ അലാമത്താണ് ആ പ്രവൃത്തി കബീറ കബായിർ ദുനൂബുകളിൽപ്പെട്ടതാണെന്ന് അടയാളമാണ് قال الإمام النجدي رحمه الله باب ما جاء في الرياء باب ما جاء في الرياء الرياء هو العمل لمدح الناس أو دفع ذمهم എന്താണ് റിയ എന്ന് പറഞ്ഞാൽ റിയാ ഹുവൽ അമൽ ഇതൊരു അമലാണ് എന്തിനു വേണ്ടിയാണ് അമൽ ചെയ്യുന്നത് ലിമദ്ഹിൻ നാസ് ജനങ്ങൾ തന്നെ മദ്ഹ് ചെയ്യുന്നതിന് വേണ്ടി ജനങ്ങൾ തന്നെ പുകഴ്ത്തുന്നതിന് വേണ്ടി ഔ ദഫ്ഇ ദമ്മിഹിം അല്ലെങ്കിൽ അവരുടെ ആക്ഷേപത്തെ തടുക്കുന്നതിന് വേണ്ടി ഒന്നുകിൽ ജനങ്ങൾ തന്നെ പുകഴ്ത്തുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ അവരുടെ ആക്ഷേപത്തെ തടയുന്നതിന് വേണ്ടിയോ ചെയ്യുന്ന പ്രവൃത്തി അതിനാണ് റിയ എന്ന് പറയാ മിൻ അജ്ലി മദ്ഹിൻ നാസ് ഔ ദഫ്ഇ ദമ്മിൻ നാസ് കദാലിക സുംഅ റിയാന്റെ അതേ അർത്ഥത്തിൽ വരുന്നതാണ് സുംഅ രണ്ടും ഒരേ അർത്ഥമാണ് ഇത് ഇജ്തമഅ ഇഫ്തറഖ രണ്ടും ഒരിടത്ത് പ്രയോഗിച്ചു കഴിഞ്ഞാൽ രണ്ടിന് രണ്ടർത്ഥമാണ് വൻ ഇഫ്തറഖ ഇജ്തമഅ بمعنى أنه إذا اجتمع فيها والسمعة فالمراد بالرياء أن الإنسان يعمل العمل يريد رؤية الناس റിയാ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ജനങ്ങളെ കാണിക്കുന്നതിന് വേണ്ടി ജനങ്ങളെ കാണണമെന്ന ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്ന അമലാണ് റിയാ കൊണ്ട് ഉദ്ദേശം വസ്സുമഅ അൻ യഅമൽ മിൻ അജ്ലി സമാഇ الناس ജനങ്ങളെ കേൾപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന അമൽ അതാണ് സുംഅ سواء قلت قولا ترائي به أو عملت عملا ترائي به يدخل هذا وهذا അതായത് ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ അതിന് പറയും റിയാ എന്ന് പറയും ജനങ്ങളെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു സംസാരിക്കുന്നതെങ്കിൽ അതിന് സുംഅ എന്ന് പറയും രണ്ടും റിയാന്റെ പരിധിയിൽ വരും قال الرياء وهو من أوصاف المنافقين മുനാഫിഖീങ്ങളുടെ സിഫത്തിൽപ്പെട്ടതാണ് റിയാ എന്നത് ജനങ്ങളെ കാണിക്കാൻ വേണ്ടി അമൽ ചെയ്യുക എന്നുള്ളത് റിയാ എന്നത് മുനാഫിഖീങ്ങളുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ് قال الله عز وجل إن المنافقين يخادعون الله وهو خادعهم وإذا قاموا إلى الصلاة قاموا كسالى يراءون الناس ولا يذكرون الله إلا قليلا وإذا قاموا إلى الصلاة
ഖാമു കുസാല. നമസ്കാരത്തിന് വേണ്ടി നിന്നു കഴിഞ്ഞാൽ അവർ മടിയന്മാരായിക്കൊണ്ടാണ് നിൽക്കുക. യുറാഊന അന്നാസ്, ജനങ്ങളെ കാണിക്കാൻ വേണ്ടി, അതായത് തങ്ങൾ നമസ്കരിക്കുന്നവരാണ് എന്ന് ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ്. വലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീല. ഖാല അല്ലാഹു അസ്സ വജൽ അല്ലദീന ഹും യുറാഊൻ വയംനഊനൽ മാഊൻ. അത് മുനാഫിക്കുകളുടെ സ്വഭാവമാണ്. അജിയ വൈദ മിൻ സിഫാത്തിൽ യഹൂദ്, യഹൂദികളുടെ സിഫത്തിൽപ്പെട്ടതാണ് അരിയ. ഖാല അല്ലാഹു അസ്സ വജൽ വല്ലദീന യുൻഫിഖൂന അംവാലഹും റിആഅ അന്നാസ്. ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് അവർ അവരുടെ സമ്പത്ത് ചെലവഴിക്കുന്നത്. വല്ലദീന യുൻഫിഖൂന അംവാലഹും റിആഅ അന്നാസ് വലാ യുഅ്മിനൂന ബില്ലാഹി വലാ ബിൽ യൗമിൽ ആഖിർ. അവർ അല്ലാഹുവിൽ വിശ്വസിക്കുന്നില്ല, അന്ത്യനാളിലും വിശ്വസിക്കുന്നില്ല. പിന്നെന്തിനാണ് അവർ സമ്പത്ത് ചെലവഴിക്കുന്നത്? റിആ അന്നാസ്, ജനങ്ങളെ കാണിക്കാൻ വേണ്ടി. വറിയാഉ നൗഉ മിൻ അൻവാഇ ശിർക്ക് അൽ ഖഫി. ഖഫിയായ ശിർക്കിന്റെ ഇനങ്ങളിൽപ്പെട്ട ഒന്നാണ് റിയ. അശ്ശിർക്ക് അൽ ഖഫി, രഹസ്യമായ അല്ലെങ്കിൽ മറഞ്ഞ തരത്തിലുള്ള ശിർക്ക്, അതിന്റെ ഇനങ്ങളിൽപ്പെട്ട ഒന്നാണ് റിയാ. لأن العمل قد يكون شركا إذا عملته من أجل الدنيا أو عملته من أجل المطمع الدنيوي أو مال فالرياء نوع من أنواع هذا الشرك. ഒരു അമല് ദുന്യവിയായി, പിന്നെ ദുനിയാവിന് വേണ്ടി, ദുനിയാവിനെ ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം അവൻ അമൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശിർക്കായിത്തീരും. ഇനി ദുന്യവിയായിട്ടുള്ള എന്തെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടി, സാമ്പത്തികമായ നേട്ടങ്ങൾക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞാൽ അത് ശിർക്കായിത്തീരും. റിയാ എന്ന് പറയുന്നത് ആ വ്യക്തി അവൻ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന അമലാണ്. ഫയംദഹൂനക് ഔ അൻ യറാക അന്നാസ ഫലാ യദുമ്മൂനക്. ഒന്നുകിൽ ജനങ്ങൾ നിന്നെ പുകഴ്ത്തണം ആ പ്രവൃത്തി കൊണ്ട്, അല്ലെങ്കിൽ ജനങ്ങൾ നിന്നെ ആക്ഷേപിക്കാൻ പാടില്ല. ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ചെയ്യുന്നതെങ്കിൽ അത് ശിർക്കുൻ അസ്ഗറാണ്. ഏതുപോലെ കല്ലദി യുസല്ലി മിൻ അജ്ലി യഖൂലു അന്നാസ് ഹാദാ മുസല്ലി ഔ യുസല്ലി മിൻ അജ്ലി അല്ലാ യഖൂലു അന്നാസ് ഹാദാ ഖാതിഉസ് സ്വലാ. ഒരു വ്യക്തി നമസ്കരിക്കുന്നു, അവന്റെ ഉദ്ദേശം ജനങ്ങൾ പറയണം ഞാൻ നമസ്കരിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ ജനങ്ങൾ പറയാൻ പാടില്ല അവൻ നമസ്കാരം ഉപേക്ഷിക്കുന്ന ആളാണ്. അപ്പോൾ ജനങ്ങൾ ആക്ഷേപം ഭയപ്പെട്ടുകൊണ്ടോ അല്ലെങ്കിൽ ജനങ്ങളുടെ മതം ഉദ്ദേശിച്ചുകൊണ്ടോ ആണ് അവൻ നമസ്കരിക്കുന്നത്. അതാണ് റിയ. قال رحمه الله وقول الله تعالى قل إنما أنا بشر مثلكم يوحى إلي أنما إلهكم إله واحد فمن كان يرجو لقاء ربه فليعمل عملا صالحا ولا يشرك بعبادة ربه أحدا. قل إنما أنا بشر مثلكم. الله سبحانه وتعالى നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ വേണ്ടി കൽപ്പിക്കുകയാണ്. ഇന്നമ അന ബശറും മിസ്ലുക്കും, തീർച്ചയായും ഞാൻ നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യൻ മാത്രമാണ്. യുഹാ ഇലയ്യ, എനിക്ക് വഹി നൽകപ്പെടുന്നു. അന്നമ ഇലാഹുക്കും ഇലാഹും വാഹിദ്, തീർച്ചയായും നിങ്ങളുടെ ഇലാഹ് ഏകനായ ഇലാഹാണ്. ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി, തന്റെ റബ്ബിനെ ആരാണോ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നത്, ഫൽയഅമൽ അമലൻ സാലിഹാ, അവൻ സാലിഹായ അമലുകൾ പ്രവർത്തിക്കട്ടെ. വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദ, തന്റെ റബ്ബിനോടുള്ള ഇബാദത്തിൽ അവൻ ശിർക്ക് ചെയ്യാതിരിക്കട്ടെ. യർജു ലിഖാഅ റബ്ബിഹി ഐ യുഅ്മിനു ബിലിഖാഇല്ലാ വയർജു ദാലിക്. അപ്പോൾ തന്റെ റബ്ബിനെ ആരെങ്കിലും കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അതായത് തന്റെ റബ്ബിനെ കണ്ടുമുട്ടുന്നതിൽ വിശ്വസിക്കുകയും എന്നിട്ടത് ആഗ്രഹിക്കുകയും ചെയ്യുന്നവൻ, തന്റെ റബ്ബിനെ കണ്ടുമുട്ടും ഖിയാമത്ത് നാളിൽ എന്ന് വിശ്വസിക്കുകയും അതിനുവേണ്ടി ആഗ്രഹിക്കുകയും ചെയ്യുന്നവൻ, ഫൽയഅമൽ അമലൻ സാലിഹ, അവൻ സാലിഹായ അമലുകൾ ചെയ്യട്ടെ. വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദ, അവന്റെ റബ്ബിനോടുള്ള ഇബാദത്തിൽ ശിർക്ക് ചെയ്യാതിരിക്കട്ടെ. ഈ ആയത്തിൽ
അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു അമൽ സ്വീകരിക്കപ്പെടാനുള്ള 2 ഷർത്തുകൾ ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ജമ ചെയ്തിട്ടുണ്ട്. എന്താണത്? ഒരു അമൽ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടാനുള്ള 2 ഷർത്തുകൾ ഏതൊക്കെയാണ്? അൽ ഇഖ്ലാസ്, രണ്ടാമത്തെ വൽ മുതാബഅ. ഈ 2 ഷർത്തുകളും ഈ ആയത്തിലുണ്ട്. ഒന്നാമത്തത് ഫൽയഅമൽ അമലൻ സാലിഹൻ. അതെന്തിനുള്ള ഷർത്ത്? ഏതാണ് ഷർത്ത്? ഫൽയഅമൽ അമലൻ സാലിഹൻ അൽ മുതാബഅ. അൽ മുതാബഅ. സ്വാലിഹായ അമൽ എന്ന് പറഞ്ഞാൽ അത് റസൂലിന്റെ സുന്നത്തിന്റെ അടിസ്ഥാനത്തിലുള്ള അമലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിന്റെ അടിസ്ഥാനത്തിലുള്ള അമലാണ് സ്വാലിഹായ അമൽ. റസൂലിന്റെ സുന്നത്തിനോട് ചര്യയോട് യോജിക്കുന്ന അമൽ. ഫൽയഅമൽ അമലൻ സാലിഹൻ, അതാണ് അൽ മുതാബഅ. രണ്ടാമത്തെ അൽ ഇഖ്ലാസ്, വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദ, അതാണ് ഇഖ്ലാസ്. ആ ഇബാദത്തിൽ, തന്റെ റബ്ബിനോടുള്ള ഇബാദത്തിൽ ഒരാളെയും അവൻ പങ്കു ചേർക്കാതിരിക്കട്ടെ, ശിർക്ക് ചെയ്യാതിരിക്കട്ടെ. അപ്പോൾ അല്ലാഹുവിന്റെ അടുക്കൽ ഒരു അമൽ കബൂലാക്കപ്പെടാനുള്ള 2 ഷർത്തുകളാണ് ഈ ആയത്തിലുള്ളത്. അൽ ഇഖ്ലാസ് വൽ മുതാബഅ. قال رحمه الله عن أبي هريرة مرفوعا قال الله تعالى أنا أغنى الشركاء عن الشرك أنا أغنى الشركاء عن الشرك من عمل عملا أشرك معي فيه غيري تركته وشركه رواه مسلم. أبو هريرة رضي الله عنه reported മർഫൂആയിട്ടുള്ള ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉയർത്തപ്പെട്ട ഹദീസ്. قال الله تعالى, ഹദീസിന് എന്താണ് പറയാ? ഹദീസ് ഖുദ്സി, ഖുദ്സി ആയിട്ടുള്ള ഹദീസ്. ഖുദ്സി ആയിട്ടുള്ള ഹദീസ് എന്ന് പറഞ്ഞാൽ അതിന്റെ മഅന അല്ലാഹുവിൽ നിന്നാണ്. വലഫ്ളുഹു മിനർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, മഅനാഹു മിനല്ലാഹ് വലഫ്ളുഹു മിനർ റസൂൽ. അതാണ് ഖുദ്സിയായ ഹദീസ്. അതിന്റെ അർത്ഥം അല്ലാഹുവിൽ നിന്നായിരിക്കും, ലഫ്ള് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ്. വൽഫർഖു ബൈനഹു വബൈനൽ ഖുർആൻ, ഖുർആനും ഖുദ്സിയായ ഹദീസും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഖുർആനിന്റെ ലഫ്ളും ഖുർആനിന്റെ മഅനയും എവിടെ നിന്നാണ്? അല്ലാഹു തആലയിൽ നിന്നാണ്. എന്നാൽ ഖുദ്സിയായ ഹദീസാണെങ്കിൽ അതിന്റെ മഅന അല്ലാഹുവിൽ നിന്നാണ്, ലഫ്ള് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ്. ഹകദാ ഖാല അഹ്ലുൽ ഇൽം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അന അഗ്ന ശുറകായി അനി ശിർക്ക്. പങ്കാളികൾ ആവശ്യമില്ലാത്ത, പങ്കുകാരിൽ ഏറ്റവും നിരാശ്രയനായവൻ, അതായത് പങ്കുകാരെ ആശ്രയിക്കാത്തവനാണ് ഞാൻ. മൻ അമില അമലൻ, ആരെങ്കിലും ഒരു അമൽ പ്രവർത്തിച്ചു, അശ്റക മഅയ ഫീഹി ഗൈരി, ആ അമലിൽ എൻ്റെ കൂടെ മറ്റാരെങ്കിലും അവൻ പങ്കു ചേർത്തു, പങ്കാളിയാക്കി, എങ്കിൽ തറക്തുഹു വശിർക, അവനെയും അവന്റെ ആ പങ്കു ചേർത്തതിനെയും അമലിനെയും ഞാൻ നിഷേധിക്കുന്നതാണ്, അതെന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്നതല്ല. ഹാദാ ഇദൽ അമൽ ഇദാ അമില മിൻ അജ്ലില്ലാഹി വമിൻ അജ്ലി ഗൈരിഹി, അതായത് ഒരു അമലിൽ തന്നെ അതൊന്ന് അല്ലാഹു തആലക്ക് വേണ്ടി ഒരു നിയത്ത്, അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടിയും ചെയ്യാം. ഒരു അമൽ ചെയ്യുന്നു, അതിൽ അള്ളാഹുവിന് വേണ്ടിയും അതുപോലെ അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടിയും ഒരൊറ്റ അമൽ. വതകൂനു മുറായിയൻ മുശ്രിക ഫകൈഫ ഇദാ അമില അൽ അമൽ ലിഗൈരില്ലാഹി ഫഖത്ത്, ഒറ്റ അമൽ തന്നെ അള്ളാഹുവിന് വേണ്ടിയാക്കുക, അതുപോലെ തന്നെ ആ നിയത്തിലേക്ക് മറ്റൊരാളും വേണ്ടി ഉദ്ദേശിക്കുക. അപ്പൊ നിയത്തിൽ അവൻ ശിർക്ക് ചെയ്തു, അപ്പൊ അത് അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുകയില്ല. അങ്ങനെയാണെങ്കിൽ അല്ലാഹു തആലക്ക് വേണ്ടിയല്ലാതെ മാത്രം, അല്ലാഹു തആലക്ക് വേണ്ടിയല്ലാതെ അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി ചെയ്യുന്ന അമലുള്ള അവസ്ഥ എന്തായിരിക്കും? തുരീദു ബിഅമലിക ഗൈറല്ലാഹ്, നീ ചെയ്യുന്ന അമൽ കൊണ്ട് നിന്റെ ഉദ്ദേശം അല്ലാഹു അല്ലാത്തവരാണ് എങ്കിൽ, നീ ചെയ്യുന്ന ഇബാദത്തിന്റെ ഉദ്ദേശം അല്ലാഹു അല്ലാത്തവർക്കുള്ള നിയത്തോടു കൂടിയാണെങ്കിൽ അള്ളാഹുവിന്റെ അടുത്ത് സ്വീകരിക്കപ്പെടുന്നതല്ല. ഒരൊറ്റ അമൽ തന്നെ അത് അല്ലാഹു തആലക്ക് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടിയും ആക്കി കഴിഞ്ഞാൽ അല്ലാഹു തആലയുടെ അടുത്ത് സ്വീകരിക്കപ്പെടുകയില്ല.
أنت لا تعمل عمل إلا تريد ثناء الناس أو لا تعمل عمل إلا من أجل الدفع عند الناس والشهرة بين الناس. നീ ഒരു അമൽ ചെയ്യുന്നില്ല എന്തിനു വേണ്ടിയല്ലാതെ, ജനങ്ങളുടെ മദ്ഹ് കിട്ടാൻ വേണ്ടിയിട്ടല്ലാതെ, അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ നിനക്ക് പദവി കിട്ടണം അല്ലെങ്കിൽ ഉയർച്ചയുണ്ടാകണം, ജനങ്ങൾക്കിടയിൽ നീ അറിയപ്പെടണം എന്ന ഉദ്ദേശത്തോടു കൂടി നീ ഒരു അമൽ ചെയ്യുന്നു, അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്നില്ല. തറക്തുഹു വശിർക്കഹു, അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തറക്തുഹു വശിർക്കഹു, അവനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉപേക്ഷിക്കും. അള്ളാഹു തആല ഒരു അടിമയെ ഉപേക്ഷിക്കുന്നു പറഞ്ഞാൽ അവനെ അവഗണിക്കും. അള്ളാഹു തആല അവന് തൗഫീഖും ഹിദായത്തും നൽകുന്നതല്ല, അതാണ് ഉദ്ദേശം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമയെ ഉപേക്ഷിക്കുമെന്ന് പറഞ്ഞാൽ അള്ളാഹു തആല അവന്റെ തൗഫീഖോ ഹിദായത്തോ നൽകുന്നതല്ല. അങ്ങനെയാണെങ്കിൽ റിയ എന്ന് പറയുന്നത് എന്തിനുള്ള സബബാണ്? ദലാലത്തിനുള്ള സബബാണ്. ഒരു മനുഷ്യൻ പഴച്ചു പോകാനുള്ള സബബിൽപ്പെട്ടതാണ് റിയ. വൈദാ തറക്കല്ലാഹു അബ്ദൻ ലാ യഹ്ദി, അല്ലാഹു തആല ഒരാളെ ഉപേക്ഷിച്ചാൽ അവന് അല്ലാഹു തആല ഹിദായത്ത് നൽകുന്നതല്ല, ഹിദായത്തിൽ നൽകുന്നതല്ല. അതുപോലെ തന്നെ അല്ലാഹു തആല അവന് തൗഫീഖ് നൽകുന്നതല്ല. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അവൻ ദലാലത്തിലായിത്തീരും. വശിർക്കഹു ഐ തറക അമലഹു അല്ലദീ അമില ബിലാ ഖബൂൽ, അവൻ ചെയ്ത അമലിനെ അല്ലാഹു തആല സ്വീകരിക്കുന്നതല്ല, അവനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഗണിക്കുന്നതല്ല. قال رحمه الله عن أبي سعيد الخدري رضي الله عنه. ما اسم أبي سعيد؟ أبو سعيد رضي الله عنه പേരെന്താണ് അറിയില്ലേ? ത്രോട്ടം പറഞ്ഞു. അബൂ സഈദ് ഖുദരി റളിയല്ലാഹു അൻഹു പേര് എഴുതി വെച്ചോ. സഅദ് ബിൻ മാലിക് ഇബ്നു സിനാൻ, സഅദ് ബിൻ മാലിക് ഇബ്നു സിനാൻ. قال أبي سعيد الخدري رضي الله عنه مرفوعا: ألا أخبركم بما هو أخوف عليكم عندي من المسيح الدجال؟ قالوا بلى يا رسول الله. قال الشرك الخفي، يقوم الرجل فيصلي فيزين صلاته لما يرى من نظر رجل. رواه أحمد. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉയർത്തപ്പെട്ട ഹദീസാണ്, മർഫൂആയിട്ടുള്ള ഹദീസാണ്. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ്. ഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അലാ ഉഖ്ബിറുക്കും ബിമാ ഹുവ അഖ്വഫു അലൈക്കും ഇൻദി മിനൽ മസീഹ് ദജ്ജാൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മസീഹ് ദജ്ജാലിനേക്കാളും, മസീഹ് ദജ്ജാലിന്റെ കാര്യത്തിൽ ഭയപ്പെടുന്നതിനേക്കാളും നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങളുടെ മേലെ ഞാൻ ഏറ്റവും ഭയപ്പെടുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ? ഖാലു യാ ബല യാ റസൂലല്ലാഹ്. ഖാല അശ്ശിർകുൽ ഖഫി, ഗോപ്യമായ ശിർക്കാണ്, അരിയ. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഉമ്മത്തിന്റെ മേലെ മസീഹ് ദജ്ജാലിനേക്കാളും കൂടുതലായി കൊണ്ട് ഭയപ്പെട്ടിരിക്കുന്നത്. അരിയ എന്താണ് റിയ? ഖാല യഖൂമു റജുൽ ഫയുസല്ലി, ഒരു മനുഷ്യൻ എഴുന്നേറ്റ് നമസ്കരിക്കുന്നു. ഫയുസയ്യിനു സ്വലാത്തഹു, അവന്റെ നമസ്കാരം അവൻ ഭംഗിയുള്ളതാക്കുന്നു. എന്തിനു വേണ്ടിയാണ്? ലിമാ യറാ മിൻ നദരി റജുലിൻ, ഒരുവൻ നോക്കുന്ന അവനെ കാണിക്കുന്നതിന് വേണ്ടി. അവന്റെ നമസ്കാരം ഒരുവൻ ശ്രദ്ധിക്കുന്നു, അവന് ശ്രദ്ധിക്കുന്നത് കൊണ്ട് അവന്റെ നമസ്കാരം അവന് കൂടുതൽ ഭംഗിയുള്ളതാക്കും. അതാണ് റിയ. മറ്റുള്ളവരെ കാണിക്കുന്നതിന് വേണ്ടി അമൽ ചെയ്യും. الرياء إن بدأ الإنسان عمله بالرياء لا يقبل من أصله. ഒരുവൻ അവന്റെ അമൽ അല്ലെങ്കിൽ അവന്റെ ഇബാദത്ത് ആരംഭിക്കുന്നത് റിയാ കൊണ്ടാണ്. അതിന്റെ അസ്ല് തന്നെ റിയാ ആണ്.
അതായത് അവന്റെ ഇബാദത്തിന് തുടക്കം തന്നെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയാണ്, എങ്കിൽ അവന്റെ ആ ഇബാദത്ത് അമല് സ്വീകരിക്കപ്പെടുന്നതല്ല. ഉദാഹരണത്തിന് ഒരാൾ നമസ്കരിക്കുന്നു, തക്ബീറത്തുൽ ഇഹ്റാം തൊട്ട് തന്നെ റിയായിലാണ്. തക്ബീറത്തുൽ ഇഹ്റാം തൊട്ട് തന്നെ ആള് റിയായിലാണ്, ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ അതല്ല യഖ്ബലുഹുല്ലാഹ് അസ്സ വജൽ, അല്ലാഹു തആല അത് സ്വീകരിക്കുന്നതല്ല. അതൊന്ന്. റിയായിന്റെ 3 ഹാലുകളുണ്ട്. അതിൽ ഒന്നാമത്തേതാണത്. അസ്ല് തന്നെ റിയാ ആണ്, അല്ലാഹു തആല സ്വീകരിക്കുന്നതല്ല. വൈൻ ബദഅൽ അമൽ ലില്ലാഹി ലാകിൻ തറ അലൈഹി റിയാ ഫദാ ഫഇൻഷാ അല്ലാഹു അമലുഹു മഖ്ബൂൽ. അവൻ അമൽ ആരംഭിച്ചത് തീർച്ചയായും അള്ളാഹുവിന് വേണ്ടി മാത്രം ആയിക്കൊണ്ടാണ്. ഇബാദത്ത് ആരംഭിച്ചത് അള്ളാഹു തആലക്ക് വേണ്ടി മാത്രം. പക്ഷേ ആ ഇബാദത്തിനിടയിൽ അവനിലേക്ക് റിയാ കടന്നു വന്നു. എന്നാൽ ആ റിയാഇനെ അവൻ തടഞ്ഞു നിർത്തി. അങ്ങനെയാണെങ്കിൽ അവന്റെ അമല് അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്നതാണ്. വലാകിൻ യൻഖുസു ബിഖദരി മുജാറാതിഹി ബിദിയാഇ യൻഖുസു അജ്റു. പക്ഷെ അവന്റെ ഇബാദത്തിലേക്ക് കടന്നു വന്ന റിയാഇന്റെ അടിസ്ഥാനത്തിൽ, റിയാഇന്റെ കണക്കനുസരിച്ച് അവന്റെ പ്രതിഫലത്തിൽ നിന്ന് കുറഞ്ഞു പോകും. പക്ഷെ അമൽ അള്ളാഹുവിന്റെ അടുക്കൽ മഖ്ബൂലാണ്, സ്വീകരിക്കപ്പെടുന്നതാണ്. മൂന്നാമത്തെ ഹാൽ, ഇദാ ബദഅൽ അമൽ ലില്ലാഹ്, അമല് അല്ലാഹു തആലക്ക് വേണ്ടിയാണ് അവൻ തുടങ്ങിയത്, തുടക്കം തന്നെ അല്ലാഹു തആലക്ക് വേണ്ടിയാണ്. സുമ്മ തറ അലൈഹി റിയാ, പിന്നെ ആ ഇബാദത്തിനിടയിൽ റിയാ അവനിലേക്ക് പ്രവേശിച്ചു. ഫസ്തമറ ബിർറിയാ ഹത്താ ഇൻതഹത്തിസ് സ്വലാ, അങ്ങനെ നമസ്കാരമാണെങ്കിൽ നമസ്കാരം അവസാനിക്കുന്നവരെയും റിയായിലായിക്കൊണ്ട് അവൻ തുടർന്നു. അങ്ങനെയാണെങ്കിൽ ഫഹാദാ ലാ യഖ്ബലുഹുല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അമൽ സ്വീകരിക്കുന്നതല്ല. ഇതാണ് റിയാന്റെ 3 ഹാലുകൾ. ഒന്നാമത്തത് അസ്ല് തന്നെ എന്താണ്? റിയ ആണ്, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ നമസ്കാരത്തിൽ തുടക്കം മുതലേ അവൻ റിയായിലാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അതെന്തില്ല, സ്വീകരിക്കുന്നതല്ല. രണ്ടാമത്തത് അമൽ ആരംഭിച്ചത് അല്ലാഹു തആലക്ക് വേണ്ടിയാണ്, പക്ഷെ ഇടയിൽ റിയാ കടന്നു വരികയും എന്നാൽ അവൻ ആ റിയായിനെ പ്രതിരോധിക്കുകയും ചെയ്തു. അങ്ങനെ ആ മുമ്പുള്ള നിയത്തിലേക്ക് മടങ്ങി. അങ്ങനെയാണെങ്കിൽ അവന്റെ അമൽ അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്നതാണ്. പക്ഷെ അവന്റെ ഇബാദത്തിലേക്ക് കടന്ന ആ റിയായിന്റെ കണക്കനുസരിച്ച് അവന്റെ അജ്റിൽ നിന്ന്, പ്രതിഫലത്തിൽ നിന്ന് കുറഞ്ഞു പോകും. മൂന്നാമത്തത് അല്ലാഹു തആലക്ക് വേണ്ടി അവൻ അമൽ ആരംഭിച്ചു, റിയാ കടന്നു വന്നു. ആ റിയാ ആ അമൽ അവസാനിക്കുന്നത് വരെയും തുടർന്നു, എങ്കിൽ അവന്റെ അമൽ സ്വീകരിക്കപ്പെടുന്നതല്ല. 3 ഹാലുകൾ. قال بعض أهل العلم إذا استمر في ركن كامل يريد به رياء الناس فالصلاة كلها باطلة. ചില ഉലമാക്കൾ പറഞ്ഞു, ഒരു റുക്കിന് മൊത്തമായി കൊണ്ട് റിയായിലാണ് അവൻ ചെയ്തു കൂട്ടിയത്. ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഒരു റുക്കിന് മൊത്തം അതിലൂടെ കടന്നുപോയി. അങ്ങനെയാണെങ്കിൽ അവന്റെ നമസ്കാരം ബാത്തിലാവും. ഉദാഹരണത്തിന് റുക്നുൻ കാമിൽ യസ്ജുദ് മിൻ അവ്വലി സുജൂദ് ഇലാ ആഖിരി മിൻ അജ്ലി അൻ യറാഹു നാസ്, ഒരു സുജൂദ് മൊത്തം, അത് സുജൂദ് സ്വലാത്തിന്റെ റുക്നിൽപ്പെട്ടതാണ്, നമസ്കാരത്തിന്റെ റുക്നാണ്. അപ്പോൾ ഒന്നാമത്തെ സുജൂദ് മുതൽ അവസാനത്തെ സുജൂദ് വരെ ആ റുക്ന് മൊത്തം ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് അവൻ സുജൂദ് ചെയ്തതെങ്കിൽ ആ നമസ്കാരം ബാത്തിലായി. ചില ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ റുക്ന് മൊത്തം അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടിയായിരുന്നു. അങ്ങനെ റുക്ന് ബാത്തിലായി, നമസ്കാരവും ബാത്തിലാവും, അമലും ബാത്തിലാവും. وفعلا هذا أخوف ما يخاف الإنسان على نفسه إذا كان رسول الله صلى الله عليه وسلم يخاف علينا هذا فمن باب أولى نخاف على أنفسنا الرياء. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ മേലെ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടിരുന്നത്, മസീഹ് ദജ്ജാലിനേക്കാളും ഭയപ്പെട്ടിരുന്നത് റിയാഇനെയാണെങ്കിൽ നമ്മൾ നമ്മുടെ നഫ്സിന്റെ മേലെ എത്രമാത്രം റിയാഇനെ ഭയപ്പെടണം. എന്തുകൊണ്ടാണത്? ലിമാദ ലിഅന്നഹു ബാബ് മിൻ അബ്വാബി ശൈത്താൻ ലിഫ്സാദിൽ അമൽ. കാരണം അമലിനെ ഫസാദാക്കാൻ ശൈത്താൻ പ്രവേശിക്കുന്ന ഒരു ബാബാണത്. ഒരാളുടെ മനസ്സിലേക്ക് റിയാ കടന്നു വരിക എന്നുള്ളത് ആ അമലിനെ ഫസാദാക്കാൻ വേണ്ടി ശൈത്താൻ തുറന്നിടുന്ന ബാബാണ്. അതുകൊണ്ട് തന്നെ ഒരു താലിബ് ഇൽമിനെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിൽ അവൻ അങ്ങേയറ്റം
ജിഹാദ് ചെയ്യേണ്ടതാണ്. റിയാ തന്റെ അമലിലേക്ക് കടന്നു വരുന്നതിനെ തൊട്ട് ലാ തഹ്ഫദ് വലാ തദ്റുസ് വലാ തഖുൽ വലാ തഖും വലാ തഖഉദ് ഇല്ലാ മിൻ അജ്ലില്ലാ. അല്ലാഹു തആലക്ക് വേണ്ടിയല്ലാതെ ഹിഫ്ള് ചെയ്യരുത്, അല്ലാഹു തആലക്ക് വേണ്ടിയല്ലാതെ ഇൽമു പഠിക്കരുത്, അല്ലാഹു തആലക്ക് വേണ്ടിയല്ലാതെ രാത്രി നമസ്കരിക്കരുത്. എല്ലാ അമലുകളും അല്ലാഹു തആലക്ക് വേണ്ടിയായിരിക്കണം, ഇബാദത്തായിട്ടുള്ള എല്ലാ അമലുകളും. അതേപോലെ തന്നെ ഖിയാമുൽ ലൈൽ, അതുപോലെ പകലുള്ള നമസ്കാരം, രാത്രി നമസ്കാരം, ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ എല്ലാം അവന്റെ ഇബാദത്തുകളെല്ലാം അല്ലാഹു തആലക്ക് വേണ്ടിയായിരിക്കണം. ആ കാര്യത്തിൽ സ്വന്തം നഫ്സിനെ ശീലിപ്പിച്ചെടുക്കുക. അഅ്വിദ് നഫ്സക അലാ അന്നക തഅമൽ ലില്ലാഹ്. നീ ഏത് അമൽ ചെയ്യുകയാണെങ്കിലും അത് അല്ലാഹു തആലക്ക് വേണ്ടി മാത്രമായിരിക്കണം. വഅക്സിർ മിൻ തദക്കുരി നിഅം ഫഇന്ന നിഅം തസ്തജ്ലിബ് ഐ തഹ്സുൽ അലൽ ഹയാ മിൻ അല്ലാഹി തആല ഹത്താ തഅമൽ മിൻ അജ്ലില്ലാഹ്. നിഅമത്തുകളെ കുറിച്ച് ഓർമ്മിക്കുക, അത് അധികരിപ്പിക്കുക. നിഅമത്തുകളെ കുറിച്ചിട്ടുള്ള ആലോചന, ചിന്ത, തീർച്ചയായും അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള അല്ലാഹു തആലക്ക് വേണ്ടി അമൽ ചെയ്യുന്നതിനുള്ള ആ ഒരു നിയ്യത്തിനെ ശക്തിപ്പെടുത്തും, അതിനെ കൊണ്ടുവരും. وكذلك مما يصد الإنسان عن الرياء أن يفكر أن الناس لا ينفعون ولا يضرون. ഒരു മനുഷ്യനെ റിയായിനെ തൊട്ട് അവനെ തടയാൻ സാധിക്കുന്ന കാര്യത്തിൽപ്പെട്ടതാണ് ജനങ്ങളെ സംബന്ധിച്ച് നീ ചിന്തിക്കുക. അതായത് ജനങ്ങൾക്ക് നിനക്കൊരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ സാധിക്കുന്നതല്ല. നീ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി അമൽ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? ജനങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഒരു മദ്ഹോ അല്ലെങ്കിൽ അവരുടെ ആക്ഷേപം തടയാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് നിനക്കൊരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ സാധിക്കുന്നതല്ല. പിന്നെന്തിനു വേണ്ടിയാണ് നീ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി അമൽ ചെയ്യുന്നത്? ومما يصد الإنسان أيضا عن الرياء ويبعده عن الرياء أن يفكر أن الله سبحانه وتعالى هو المطلع عليه في كل صغيرة وكبيرة. അതേപോലെ തന്നെ റിയായിനെ തടയാൻ നിന്നെ സഹായിക്കുന്ന ഒരു കാര്യത്തിൽപ്പെട്ടതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് നീ ചിന്തിക്കുക. അതായത് അല്ലാഹു തആല നിന്റെ എല്ലാ ചെറിയതും വലിയതുമായ ഓരോ കാര്യങ്ങളും അറിയുന്നവനാണ്, അതിലേക്ക് എത്തി നോക്കുന്നവനാണ് അല്ലാഹു തആല. വഹുവല്ലദീ ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം. മയക്കമോ ഉറക്കമോ ബാധിക്കാത്ത അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ ഏത് ചെറിയ പ്രവൃത്തിയാകട്ടെ വലിയ അമലാകട്ടെ ഏത് സമയം അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ കാര്യങ്ങൾ അറിയുന്നവനാണ്, നിന്നെ നിരീക്ഷിക്കുന്നവനാണ് എന്ന് നീ ചിന്തിക്കുക. എന്നാൽ ജനങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ നീ ഒരു അമല് ചെയ്യുന്നു, പക്ഷേ അവർക്ക് വേണ്ടി നീ അവരെ കാണിക്കാൻ വേണ്ടി നീ അമല് ചെയ്താലും അവരത് കാണണമെന്നില്ല. അവരുടെ മദ്ഹാണ് നീ ആഗ്രഹിക്കുന്ന, ഒരു പക്ഷേ നിന്റെ അമൽ അവർ ശ്രദ്ധിച്ചു കൊള്ളണമെന്നില്ല. വലാ യൻദുറൂന ഇലൈക വലാ യസ്നൂന അലൈക ബൽ റബ്ബമാ യജ്അലു അല്ലാഹു ഫീ ഖുലൂബിഹിം ബഗ്ദക വകറാഹിയതക ബിസബബി അന്നക തഅമൽ മിൻ അജ്ലി നാസ്. ചിലപ്പോൾ ഒരു പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഹൃദയത്തിൽ, അവരുടെ മനസ്സിൽ നിന്നോടുള്ള വെറുപ്പും വിദ്വേഷവും ഈ കാരണം കൊണ്ടുണ്ടാക്കിയേക്കാം. അതായത് നീ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി അമൽ ചെയ്യുന്നു എന്ന കാരണത്താൽ ജനങ്ങളുടെ മനസ്സിൽ നിന്നോട് അവർക്ക് വെറുപ്പുണ്ടാക്കിയേക്കാം. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യൻ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അമൽ ചെയ്യേണ്ട യാതൊരു കാര്യവുമില്ല. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അതെല്ലാം ഒരു മനുഷ്യൻ അവന്റെ റിയായിനെ തടയാനും അതിൽ നിന്ന് അകലം പാലിക്കാനും അവനെ സഹായിക്കുന്ന കാര്യങ്ങളാണ്. നിഅമത്തുകളെ കുറിച്ച് ചിന്തിക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സിഫാത്തുകളെ കുറിച്ച് ചിന്തിക്കുക. അല്ലാഹു തആലയ്ക്ക് ഒരിക്കലും മയക്കമോ ഉറക്കമോ ബാധിക്കുന്നതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സദാസമയം നിന്നെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനാണ്. വഅന്നഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇത്തരത്തിലുള്ള ചിന്തകൾ തീർച്ചയായും നിനക്ക് ഇഖ്ലാസിനെ കൊണ്ടുവരും, ഈമാനെ വർദ്ധിപ്പിക്കും. നേരെ മറിച്ച് അതേസമയം തന്നെ ജനങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് നീ ആലോചിച്ച് നോക്കുക. തീർച്ചയായും മനുഷ്യരെന്താണ്? ദുഅഫാക്കളാണ്, ഫുഖറാക്കളാണ്. അള്ളാഹുവിന്റെ അടുക്കൽ ദുർബലരാണ്, ഫക്കീറന്മാരാണ്. ഒരിക്കലും അവരുടെ നഫ്സിന് തന്നെ അവർക്ക് ഉപകാരം ചെയ്യാൻ സാധിക്കുന്നതല്ല. പിന്നെങ്ങനെയാണ് നിന്റെ നഫ്സിന് അവർക്ക് ഉപകാരം ചെയ്യാൻ സാധിക്കുക? ഒരു ഉപദ്രവത്തെയും സ്വന്തം നഫ്സിനെ തൊട്ട് തടയാൻ അവർക്ക് സാധിക്കുന്നതല്ല. അങ്ങനെയാണെങ്കിൽ നിന്റെ നഫ്സിനെ തൊട്ട് ഉപദ്രവം തടയാൻ അവർക്ക് എങ്ങനെയാണ് സാധിക്കുക? വകസറത്തുൽ ഖിറാഅത്തുൽ ഖുർആൻ കദാലിക വഖിയാമുൽ ലൈൽ യുഅല്ലിമുൽ ഇൻസാന അൽ ഇഖ്ലാസ്.
അതേപോലെ തന്നെ ഖുർആന്റെ പാരായണം അത് വർദ്ധിപ്പിക്കുക. അതുപോലെ തന്നെ രാത്രിയുള്ള നമസ്കാരവും. തീർച്ചയായും അത്തരത്തിലുള്ള രഹസ്യമായി ചെയ്യുന്ന അമലുകൾ ഒരു മനുഷ്യന്റെ ഇഖ്ലാസ് എന്താണെന്നുള്ളത് അവനെ പഠിപ്പിച്ചു കൊടുക്കും. സുബ്ഹാനക വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്.